ഇതെന്തിനാ എന്റെ കയ്യില്? നമ്മൾ എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? വാ നടക്ക്. വാ പറയട്ടെ. നീ മുതിർന്നവനാണെങ്കിലും എഴുതാനും വായിക്കാനും അറിയാത്തത് ഒരു കുറവ് തന്നെയാ കണ്ണ. അത് പരിഹരിക്കണം. അതിന് നിനക്ക് ട്യൂഷൻ തരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാ നമ്മൾ പോണത്. ട്യൂഷനോ? എനിക്കോ? നിനക്കല്ലാതെ പിന്നെ ആർക്കാ? എനിക്കാണോ ട്യൂഷൻ? ഈ പ്രായത്തിൽ ട്യൂഷനോ? പ്രായം എത്രയായാലും എന്താ, പഠിപ്പിലല്ലേ കാര്യം. അത് നടക്കില്ല. ഇതങ്ങോട്ട് പിടിച്ചേ. പോയി പണി നോക്ക്. എന്റെ കൂടെ വരാം. ഒന്ന് വാ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആയമ്മ ഈ പറയുന്നത്? ആ നന്മ എനിക്ക് വേണ്ടെങ്കിലോ? കണ്ണാ, എന്നെ എങ്ങനെ ഓടിക്കാതെ കണ്ണാ. കണ്ണാ, എന്താ പറ്റി? എന്താ പറ്റി? പിടികിട്ടി അമ്പടാ. നിന്നെ പിടികൂടാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൊരു വഴി. ഇനി വിടുന്ന പ്രശ്നമില്ല. വിടാനോ? കൊള്ള. ഇനി അവിടെ എത്തിയിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല. ആ ബുക്ക് എടുക്ക്. ബുക്ക് എടുക്ക്. ശരി, ഞാൻ വരാം. എന്റെ കൈവിട്. കണ്ണാ, പറയണത് അനുസരിക്കേ. ഇഷ്ടം പോലെ ഓടിക്കോ. പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഓടി അകലുന്നേന്ന് ഓർക്കണം. ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് മീതെയാ നിന്റെ ഓട്ടം. ഓടുമ്പോ നീ നിന്റെ അമ്മയെ കൂടി ഒന്ന് ഓർത്തോ. നിന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തിനു വേണ്ടിയായിരുന്നു അത്? നീ പഠിച്ച് വലിയവനാകുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടല്ലേ അമ്മ നിന്നെ അന്ന് ആ സ്കൂളിൽ കൊണ്ടാക്കിയത്? എന്നിട്ടോ നിന്റെ കൺമുന്നിലല്ലേ ജീവൻ പാതിയായ ആ ശരീരം വന്ന് വീണത്? എന്തിനു വേണ്ടി? ശരിക്കും പഠിക്കാൻ തന്നെ വന്നതാണോ? അല്ല, ഇത്രയും വലിയൊരാള് ഞങ്ങളുടെ കൂടെ വന്നിരുന്നോണ്ട് ചോദിച്ചാ. പഠിച്ചാ മതിയായിരുന്നു. മണിക്കുട്ട, എന്താ ഇവിടെ? ഒന്നുമില്ല ടീച്ചറെ. നോക്ക്, നിങ്ങളെപ്പോലെ തന്നെ പഠിക്കാൻ വന്നിരിക്കുന്നതാ ഈ ദേവൻ സാറ്. ആരും സാറിനെ ശല്യപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. കേട്ടല്ലോ? ശരി, നമുക്ക് തുടങ്ങാം. എല്ലാരും ഹോംവർക്ക് ചെയ്തു വന്നിട്ടുണ്ടല്ലോ അല്ലേ? എടി, എന്താ അമ്മേ? ഇങ്ങ് വന്നേ. ആരും ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഇപ്പൊ വരാം. ശരിക്കും പഠിക്കാൻ തന്നെ വന്നതാണല്ലേ? ഇല്ലേ? അയ്യോ, എന്താ അവിടെ ബഹളം? എന്താ അമ്മേ? നീ എന്തൊക്കെയാടി കാണിക്കുന്നേ? എന്താ? ആ പിള്ളേരുടെ കൂടെ ദേവ സാർ ഇരിക്കുന്ന എന്തിനാ? സാറിന് നീ ട്യൂഷൻ എടുക്കാൻ പോവാണോ? കഴിഞ്ഞ ദിവസം ആയമ്മ എന്നോട് വന്ന് പറഞ്ഞ കാര്യമൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. ദേവ സാറിന് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ നീ പറഞ്ഞു. പക്ഷേ നീ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. അതെന്താ? ഞാൻ പഠിപ്പിച്ചാല്?
കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണോ ഇത്രയും മുതിർന്ന ആളെ പഠിപ്പിക്കുന്നത്? നിനക്കെന്താ ബോധമില്ലാണ്ടായോ? അമ്മ എന്താ ഈ പറയുന്നേ? ഇതിൽ ഇത്ര വലിയ കുഴപ്പമെന്താ? ഇത്രയും നാള് ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴെന്താ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. നിനക്ക് മനസ്സിലാകുകയല്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എടി, കൊച്ചു പിള്ളേരും ദേവൻ സാറും ഒരുപോലെയാണോ? അതല്ലേ കഷ്ടം. ആ പിള്ളേരുടെ അത്ര പോലും ദേവൻ സാറിന് അറിയില്ലാന്ന് തോന്നുന്നു. അക്ഷരം മുതലേ പഠിപ്പിച്ചു തുടങ്ങണം. പഠിപ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നേ. പിന്നെന്താ? ഞാൻ പ്രായത്തെക്കുറിച്ചാ പറയുന്നേ. ആ ദേവൻ സാറിന് പ്രായം എത്രയെന്നാ നിന്റെ വിചാരം? ആ മണിക്കുട്ടിന്റെയും മറ്റും പ്രായമാണോ? അത് തന്നെയാ പ്രശ്നം. അമ്മേ, ദേവൻ സാറിന്റെ വയസ്സ് ഞാൻ ചോദിച്ചിട്ടില്ല. 10-26 വയസ്സുണ്ടാവുമെന്ന് തോന്നുന്നു. മണിക്കുട്ടന്റെ പ്രായോ ഞാൻ ചോദിച്ചിട്ടില്ല. 7ാം ക്ലാസ്സിലായതുകൊണ്ട് 12-13 വയസ്സ് കാണുമായിരിക്കും. നമ്മുടെ ദേവനൻ ട്യൂഷൻ വന്നു തുടങ്ങിയോ കൊച്ചമ്മേ? ദേവേട്ടനോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. നിന്നോടാരാ ഇത് പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കും. പക്ഷേ ട്യൂഷൻ തുടങ്ങി. ഇനി അത് എവിടാന്നും കൂടി അറിയണ്ടേ? എവിടെ? ആ അല്ലി ടീച്ചറിന്റെ വീട്ടില്. അവളാ ട്യൂഷൻ എടുക്കുന്നത്. സത്യമാണോ ഗംഗ നീ പറയുന്നേ? നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനിപ്പോ വരുന്ന വഴി നമ്മുടെ പാറോക്കിനെ കണ്ടു. ഹക്കയാ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അവര് വരുമ്പോ കണ്ടെന്ന്. അവളുടെ വീട്ടിന്റെ മുറ്റത്ത് കൊച്ചു പിള്ളേരുടെ ഇടയിൽ നിന്ന് ദേവണ്ണൻ എഴുതാൻ പഠിക്കുന്നു. പഠിപ്പിച്ചുകൊണ്ട് അടുത്ത അവളും. എന്തൊക്കെ പുതുമകളായി കേക്കുന്നേ. അയ്യേ, ഈ വയസ്സുകാലത്ത് ഈ ദേവൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പഠിക്കാൻ പോകുന്നു. ആ ആയമ്മ നേരത്തെ ദേവേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്തോ കുഴപ്പത്തിനുള്ള പുറപ്പാടാണെന്ന്. പക്ഷേ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. അവരാ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ. ആർച്ചമോളെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോലിക്കാരെ നിലയ്ക്ക് നിർത്തണോന്ന്, അല്ലെങ്കിൽ അവര് തലേ കയറുമെന്ന്. അയ്യോ, ഞാൻ ഗംഗയുടെ കാര്യമല്ല പറഞ്ഞത്, ആ ആയമ്മയുടെ കാര്യ. അല്ലെങ്കിലും ഗംഗ ഒരു ജോലിക്കാരി മാത്രം അല്ലല്ലോ. ആ ടീച്ചറിനെയും ദേവേട്ടനെയും തമ്മിലകറ്റാൻ നമ്മൾ ഓരോരോ മാർഗങ്ങൾ ആലോചിച്ചു വരുമ്പോഴേക്കും അവര് തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുക. ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആയിരിക്കും കൊച്ചമ്മേ. ഈ വലിയ വീടുകളിലൊക്കെ കല്യാണത്തിന് മുമ്പ് പശുക്കിടാങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കി കൊന്നു തിന്നുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുപോലുള്ളൊരു പരിപാടിയാ ഇത്. അതെന്താ ഗംഗ? എനിക്ക് മനസ്സിലായില്ല. അവള് ടീച്ചറല്ലേ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ദേവന് 2ാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ. അത് അവക്കൊരു നാണക്കേടല്ലേ? സ്വന്തം ഭാര്യയുടെ പേര് പോലും എഴുതണമെങ്കിൽ പല സഹായം വേണം. എഴുത്തും വായനയും അറിയില്ല എന്നുള്ള പേരിൽ ഇത് ഒഴിവാക്കാനും പറ്റില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളല്ലേ. അതിനവള് കണ്ടുപിടിച്ച സൂത്രമാ ദേവണ്ണനെ അവള് തന്നെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത്. അതിന്റെ തുടക്കമാ ഇന്ന് ആ മുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേവനെ ഇനി പഠിപ്പിച്ച് വല്ല BA കാരനോ MA കാരനോ ഒക്കെ ആക്കണമെങ്കിൽ വർഷം കുറെ എടുക്കില്ലേ? അതുവരെ കല്യാണം കഴിക്കാതെ നിൽക്കുവോ അവള്? എന്തിനാ ഡിഗ്രി? ഇതൊക്കെ വായിലെ നാക്കിന്റെ ഒരു കസർത്തല്ലേ അമ്മായി.